ഇവിടെ ശല്യം ഉണ്ടാക്കുക, ബഹളം ഉണ്ടാക്കുക, നമ്മളെ തമ്മിൽ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുക, വിഷയം ചർച്ച ചെയ്യാൻ അനുവദിക്കാതിരിക്കുക, ഇതാണ് അവരുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ചളിയിൽ ചവിട്ടി തെറിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആരും മിണ്ടാൻ പാടില്ല. കാരണം ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ CPM അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇരുന്ന് അവർക്ക് ഏറ്റവും നല്ലത് ഒളിച്ചോടുകയാണ്. വളരെ കൃത്യമായിട്ടുള്ള ഷാർപ്പായിട്ടൊരു ചോദ്യം വന്നപ്പോൾ അതിന് മറുപടി ഇല്ലാതെ കിടന്നിട്ട് ഉരുളുകയാണ്. ഇവിടെ പത്മകുമാർ എന്ന് പറയുന്ന അവരുടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം ജയിലിൽ കിടക്കുകയാണ്. വാസു എന്ന് പറയുന്ന CPM നേതാവ് ജയിലിൽ കിടക്കുകയാണ്. ഈ നിമിഷവും അവർക്കെതിരെ നടപടി എടുക്കാൻ പറഞ്ഞാൽ പോരെ, ഞങ്ങൾ നടപടി എടുക്കുന്നില്ല എന്ന് പറയാൻ പറ്റുന്നില്ലല്ലോ. അവർക്ക് ഈ വിഷയത്തിൽ ഒളിച്ചോടാനാണ് താല്പര്യം. ശബരിമല സ്വർണ്ണപ്പാളി വിഷയം CPMന് കനത്ത പ്രഹരമേൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. കേരളത്തിലുടനീളം ഇത് സംഭവിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. അതിൽ നിന്ന് ഇനി എങ്ങനെ അവർക്ക് വഴിമാറി നടക്കാൻ പറ്റും? ഇത് അന്വേഷിച്ചത് അവരുടെ പോലീസാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടന്നിട്ടുള്ളത്. ഇത് ഏതെങ്കിലും തരത്തിൽ ഒരു തെറ്റായിട്ട് ഇവരുടെ നേതാക്കന്മാരെ പ്രതി ചേർത്തു എന്ന് അവകാശപ്പെടാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള അന്വേഷണം. ഇനി എങ്ങനെ ഈ അന്വേഷണത്തിൽ തെറ്റ് സംഭവിച്ചു എന്ന് പറയാൻ പറ്റുമോ? കാരണം ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രി ആരാ? അന്വേഷണം നടന്ന ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലല്ലേ? പ്രതിപക്ഷത്തിന് ഏതെങ്കിലും തരത്തിൽ റോൾ ഇക്കാര്യത്തിലുണ്ടോ? ഇല്ല. പൂർണ്ണമായിട്ട് ഇവരുടെ തെറ്റാ. നോക്കൂ, ഇന്ന് വാസു ഹൈക്കോടതിയിലത്തെ ഡിഫൻസ് ആണ് അതിനേക്കാൾ രസം. വാസു ഹൈക്കോടതിയിൽ പോയി പറഞ്ഞത് നേരത്തെ സ്വർണം പൂശി എന്നുള്ളത് എന്താ തെളിവുള്ളതെന്നാ വാസു പറഞ്ഞത്. ഇദ്ദേഹം അവിടെ കിടന്ന് താങ്കളല്ലേ സാറേ ഒളിച്ചിരിക്കുന്നത്? അഡ്വൽ കെ അനിൽകുമാർ, അങ്ങ് സംസാരിക്കാൻ മറുപടിയില്ലാതെ അങ്ങയുടെ പാർട്ടിയുടെ ജില്ലാ നേതാവ് ജയിലിൽ കിടക്കുന്ന ജാള്യത്തിൽ അങ്ങിരുന്ന് ചർച്ച കൊളവാക്കാൻ നോക്കുക. കെ അനിൽകുമാർ, നാട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ടോ കാര്യം? എങ്ങോട്ട് പിടിക്കാൻ? അങ്ങയുടെ ജാള്യം നാട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങ് മറുപടി അങ്ങ് എങ്ങനെയാ പറയാ? നാട്ടുകാരെയൊക്കെ ഞങ്ങൾ ബോധ്യപ്പെടുത്തിക്കോളാം. ഒരു ചാനലിന്റെയും ഔദാര്യമില്ലാതെ, ഒരു മാധ്യമത്തിന്റെ സൗജന്യമില്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റും ജനാധിപത്യ മുന്നണിയും അനിൽ സംസാരിക്കട്ടെ. അനിൽ സംസാരിച്ചാൽ അടുത്ത നിയമസഭ ഇലക്ഷൻ 4 സീറ്റ് കൂടി കുറഞ്ഞു. എന്റെ സമയം അതെങ്ങനെ? ഞാൻ സംസാരിച്ചു നിങ്ങളാണ് തീരുമാനിക്കുന്ന സമയം? അതെങ്ങനെ നിങ്ങളുടെ സമയമാവുന്നത്? ഇത് എന്റെ സമയം. അങ്ങനെ അനിലിപ്പോ സംസാരിക്കട്ടെ. ഇത്ര നേരം ഈ ചർച്ച കൊളാക്കിട്ട് എന്റെ സമയം ഡിക്റ്റേറ്റ് ചെയ്യാൻ താങ്കളാണോ ചർച്ച സംസാരിക്കണ്ട? അദ്ദേഹം ഞാൻ സംസാരിക്കുമ്പോൾ ബഹളം ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തിന്റെ സമയം അദ്ദേഹം എങ്ങനെ പറയുന്നു? അദ്ദേഹം തീരുമാനിക്കണം. CPM തീരുമാനിക്കുന്ന മാത്രം നടക്കുന്ന സ്ഥലമാണോ കേരളം? അതൊക്കെ പള്ളി പോയി പറഞ്ഞാൽ മതി. നടക്കുന്ന കാര്യമല്ല. അനിൽകുമാർ തോന്നുന്ന സമയത്ത് എന്റെ സമയം എന്ന് പറഞ്ഞ് അങ്ങ് സംസാരിക്കാൻ, അദ്ദേഹത്തിന്റെ സമയത്ത് മൊത്തം അദ്ദേഹം ബഹളം ഉണ്ടാക്കി, ഞാൻ സംസാരിക്കുമ്പോൾ ബഹളം ഉണ്ടാക്കി, പിന്നെ എന്നോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സമയം അദ്ദേഹം എങ്ങനെ തീരുമാനിക്കും? അതൊന്നും നടക്കില്ല. ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് CPM നേതൃത്വം ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ ചെന്നപ്പെട്ടിട്ടുള്ള വലിയ പ്രതിസന്ധി, ആ വലിയ പ്രതിസന്ധി അവർ ഒളിച്ചോടാൻ വേണ്ടി ഇവിടെ BJP പ്രതിനിധി പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി മറുപടി പറയേണ്ടതുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.